അതാ ഇവിടെ കണിമംഗലം പൂരം ഇങ്ങോട്ട് എത്തിയല്ലേ പത്തോട്ടാ. ഇനിയിപ്പോ അതിനുള്ള വലിയ കാത്തിരിപ്പ് വേണ്ട. അവിടെ ആനകളൊക്കെ നിരന്നു കഴിഞ്ഞു. കൊളശ്ശേരിയിൽ നിന്ന് പൂരം പുറപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ആളുകൾ നിറഞ്ഞു അല്ലെ. നെറ്റിപ്പട്ടം കാണാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങിയാണ് പൂരത്തിന്റെ. ആ രാവിലത്തെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നുണ്ടല്ലോ ശ്രീധര. തീർച്ചയായിട്ടും ഈ ആനകൾ ഇവിടെ വരുന്നതാ. ഈ നെറ്റിപ്പട്ടം കെട്ടിയ ആനകളെ കാണാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ വലിയ ഭംഗിയാണ്. അത് മറ്റൊരിടത്തും കാണാനില്ല. കാരണം ആനയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ആന. പ്രത്യേകിച്ച് ഇപ്പൊ ആന വലിയ പ്രശ്നം ഉണ്ടാവുന്നത് ഈ നിലയ്ക്കല്ല, ആനയുടെ ഭംഗി കൊണ്ടല്ല, ആനയുടെ മറ്റ് മനുഷ്യനായിട്ട് ഇടപെടലിന്റെ പുറത്താണ്. പക്ഷെ ഇവിടെ തൃശ്ശൂർ തേക്കിൻകാട്ടിലെത്തുമ്പോൾ ആനയ്ക്ക് മാറ്റിക്കൂടുന്നു. അത് പൊന്നാന ആന എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ വരുമ്പോഴുള്ളത്. ഈ ആനകളുടെ അതിൽ തെച്ചിക്കോട്ടുകാവിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന വലിയൊരു ജനസഞ്ചയം. ഈ പൂരത്തിന്റെ പണ്ടൊന്നും ശ്രീധരനെ അറിയാലോ, ഈ തെക്കേ ഗോപുരം തുറക്കുന്നതൊന്നും ഇത്ര വലിയ ആഘോഷമായിരുന്നില്ല. പക്ഷെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നതിന് പിന്നാലെ ഓരോ ആചാരങ്ങൾ ഉണ്ടാവുന്നു. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രത്യേകത തന്നെ പൂരങ്ങളെയും ഉത്സവങ്ങളെയും പലതായിട്ടാണ് പറയാറ്. അങ്കുരാദി, പടഹാദി, ധ്വജാദി എന്നൊക്കെയാണ്. കൊടിയേറ്റ് നടത്തുന്നത്, ഉത്സവങ്ങൾ 5, 7, 9 ദിവസങ്ങളായി നടത്തുന്നത്. ഇതുപോലെയുള്ള ആചാരങ്ങൾ ആഘോഷമാവുന്ന തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങൾ. ഇതിപ്പോൾ ഇവിടുന്ന് തൃപ്പൂണിത്തുറയിലേക്കോ ഇരിങ്ങാലക്കുടയിലേക്കോ പോവുകയാണെങ്കിൽ 9 ദിവസത്തെ ഉത്സവം. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവിക വളർച്ചയാണ്. പക്ഷെ പൂരത്തിന് ആചാരം ഉണ്ടായി വരുന്നു. അടുത്ത വർഷം ആ ആചാരം കൂടുതൽ വർണ്ണാഭമാവുന്നു. അതിലൊന്നാണ് തെച്ചിക്കോട്ടുകാവ്. തീർച്ചയായിട്ടും നമ്മൾ ഈ അതുകൊണ്ടിപ്പോ ഒരു 10-40 പൂരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. ഈ മുന്നൊക്കെ നമ്മളെന്താ ഈ ഒറ്റ ദിവസം അല്ലെ പകൽപൂരം, 2 ദിവസം, 1.5 ദിവസത്തെ പൂരം, 36 മണിക്കൂർ പൂരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കൂ, ഏതാണ്ട് ഇപ്പൊ ഒരു 4 ദിവസത്തിലേക്ക് പൂരം എത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനം തെച്ചിക്കോട്ടുകാവിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഒരു ഈ നട തുറക്കൽ വിളംബരത്തിന് സുഖമായിട്ടുണ്ട്. എല്ലാവരും പൂരത്തിൽ കാണുന്ന ആൾക്കാരും കൊല്ലം 27 കൊല്ലം ഞാൻ പ്രവാസിയായിരുന്നു. എല്ലാ കൊല്ലം ഇവിടെ എത്തും. 2 കൊല്ലം റഷ്യയിലായിരുന്നു. എല്ലാ കൊല്ലം ഞങ്ങൾ ഈ പൂരത്തിന്റെ കൂടെ എത്തും. അതായത് പൂരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത്ര ഹരാണ് എല്ലാ പ്രവാസികൾക്കും. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങളേറ്റവും കൂടുതൽ പ്രവാസികൾക്കാണ്. അവർക്ക് അന്ന് ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. മിക്കവാറും എല്ലാ ആൾക്കാരും ഇവിടെ എത്തും. ഇരിപ്പുറക്കില്ല. അവരെ മനസ്സ് എപ്പോഴും ഈ തൃശ്ശൂരിന്റെ പരിസരത്തായിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. ഈ വീട്ടില് ആൾക്കാർക്ക് അതിഥികളൊക്കെ വന്നിട്ടില്ലേ? വീട്ടിലതിഥികള് മീൻസ് അനിയത്തിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട്. പക്ഷെ അവര് എത്തണേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടുത്തെ കളിമംഗലം ശാസ്താവിന്റെ പൂരം കണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. തട്ടകത്തിലാണോ? അല്ല, പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ആദ്യ പൂരാണല്ലോ. അപ്പൊ അത് കാരണം ഇത് കണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പൊ ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ എത്തും. പൂരായിട്ട് എന്തൊക്കെയാ വീട്ടിലൊരുക്കിയേക്കണേ? പൂരായിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ ചക്കയും മാങ്ങയും ധാരാളം ഉള്ള സമയമാണ്. മാമ്പഴ പുളിശ്ശേരി, അതേപോലെ തന്നെ ചക്കരിശ്ശേരി, അതൊക്കെ മെയിൻ വിഭവങ്ങളാണ്. ഞങ്ങളുടെ തട്ടകത്തിലെ ആനയാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. എന്റെ അച്ഛനെ വാങ്ങിക്കാനായിട്ട് മെയിനായിട്ട് തെച്ചിക്കോട്ട് രാമേന്ദ്രനെ പല കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിലൊരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ആ സമയത്ത് വാങ്ങിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ ആന വാങ്ങിക്കുമ്പോൾ ആൾക്കാർ ശരിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഈ തെച്ചിക്കോട്ടാവ് ദേവസ്വത്തിന് വാങ്ങിക്കാൻ പറ്റുമോ? പക്ഷേ ജനങ്ങളുടെ എല്ലാ പിന്തുണയും കൂടിയിട്ട് സ്വാമിയുടെ നിന്ന് തെച്ചിക്കോട്ടാവിനെ വാങ്ങിച്ചു. ഇന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേൾഡ് ഫേമസ് ആയി. ഞങ്ങളുടെ അമ്പലത്തിനെ പേരാമംഗലം തെച്ചിക്കോട്ട് അമ്പലത്തിനെ ഇത്ര ഫേമസ് ആക്കിയത് ഈ രാമേന്ദ്രനാണ്. ഇന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇതിലുണ്ട്. ഈ പൂരത്തിൻ്റെ ഒരു ഭാഗമാണ്. ചെമ്പൂക്കാവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. സാധാരണ നേതലക്കാവിന് വേണ്ടിയിട്ട് തലേദിവസം നട തള്ളി തുറക്കാറുള്ളതാണ് തെക്കേ ഗോപുരം. പക്ഷേ ഇപ്രാവശ്യം അത് ശിവകുമാറാണ് ചെയ്തത്. പക്ഷേ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇന്ന് ഒരു കാര്യം ആലോചിച്ചു. ഒരു ആനയ്ക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചില ആനകള്. പക്ഷെ ഇത് എല്ലാ കാലത്തുള്ള പോലെ ഒരുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. പൂരത്തിന് മുമ്പ് കണ്ടംപള്ളി ബാലനാരായണൻ ഉണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്നുള്ള ആനകൾ ഒരുപാടുണ്ട്. അതിന്റെ അപ്പുറത്താണ് അല്ലേ? അതെ, തെച്ചിക്കോട്ടുകാവ് പുതിയ കാലത്ത് മറ്റു ആനകൾക്കൊന്നും ഇത്ര ദൃശ്യമായിട്ടുള്ള ഒരു പരിചയം കിട്ടിയിരുന്നില്ല. ഇന്നലെ തെക്കേ ഗോപുരം തുറക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി അഭിമുഖം എടുക്കുന്ന സമയത്ത് ഞാൻ കേട്ടു, രാമനെ കാണാനോ വന്നേക്കണ്, രാമൻ എന്താ വരാത്ത എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ചടങ്ങ് എന്നുള്ളത് തെച്ചിക്കോട്ടുകാവിന്റെ പ്രതീകമായിട്ട് മാറി. അങ്ങനെ ഒരു വ്യത്യാസം അതിലില്ലേ മധോട്ടാ? തീർച്ചയായിട്ടും. ദിവിഷെ, എനിക്ക് തോന്നുന്നു ദിവിഷിലേക്ക് അവിടെ കുറച്ചുകൂടി തിരക്ക് വരാൻ പോവുകയാണ് തെക്കേ ഗോപുരനടയില്.